നമസ്കാരം, ഞാൻ ഡോക്ടർ സൂര്യ. അപ്പോൾ നമുക്കിന്ന് ഡെന്റൽ ക്ലീനിങ് അഥവാ ഡെന്റൽ സ്കെയിലിങ്ങിനെ കുറിച്ച് സംസാരിച്ചാലോ? പല്ലുകളിലുള്ള സ്റ്റെയിൻസ്, കാൽക്കുലസ്, പ്ലാക്സ് ഇതൊക്കെ നമുക്ക് വീട്ടിലെ നോർമലി ബ്രഷ് ചെയ്യുന്നതിലൂടെ മാറ്റാൻ കഴിയില്ല. അത് നീക്കം ചെയ്യാനാണ് ഡെന്റൽ ക്ലീനിങ് അഥവാ സ്കെയിലിംഗ് ചെയ്യുന്നത്. എന്താണ് ഈ ഡെന്റൽ സ്കെയിലിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. പല്ലിന്റെ ചുറ്റുമുള്ള ഈ കാൽക്കുലസ് നീക്കിയിട്ടില്ലെങ്കിൽ അത് ഗം ഇൻഫെക്ഷൻ, ബാഡ് സ്മെൽ, ബ്ലീഡിംഗ് ഗംസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സ്കെയിലിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പ്രശ്നങ്ങൾ മുൻകൂട്ടി തടയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡെന്റൽ സ്കെയിലിംഗ് എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരുടെയും ഒരു ഡൗട്ടാണ് പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഇനാമൽ പോകുമോ എന്നുള്ളത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു ഭാഗമാണ് ഇനാമൽ. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു തരത്തിലും പല്ലിന്റെ ഇനാമലിനെ ബാധിക്കുന്നില്ല. അത് ചോദിക്കാൻ കാരണം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഡെപ്പോസിറ്റ്സ് ഇളകിപ്പോവും. അത് കാണുമ്പോൾ ഇനാമൽ പൊട്ടിപ്പോകുന്നതാണോ എന്ന് സംശയിക്കാറുണ്ട്. അപ്പോൾ എത്ര നാൾ കൂടിയിട്ടാണ് ക്ലീനിങ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. സാധാരണയായി 6 മാസമോ അല്ലെങ്കിൽ 1 വർഷത്തിൽ ഒരിക്കലോ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അത് പല്ലുകൾ ആരോഗ്യകരമായി നിലനിർത്താൻ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.